വാവൂരിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരു കച്ചവടക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ നേതാവിൻ്റെ ഒരു നാമമായിട്ട് നമുക്ക് ഈ വാവൂരെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന ആളിനെ സഹായിച്ചിരിക്കാം. ഇനിയുള്ളത് വാവൂർ ആരാണെന്നുള്ള ചോദ്യമാണ്. കേസരി ബാലകൃഷ്ണപിള്ള നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വാവൂര് ഒരു അറബിയാണ്, പക്ഷെ ഇസ്ലാം ആവണമെന്ന് നിർബന്ധം ഇല്ല, അല്ലെന്ന് തന്നെ പറഞ്ഞു. മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ എന്ന് അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പൊ ഇതിനകത്ത് കാമുകയാണെന്ന് പറഞ്ഞു വെച്ചത് സ്വാമി അയ്യപ്പൻ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതിയാണ്. അതെ, സ്ക്രിപ്റ്റ് എഴുതിയ ആളുകൾ ഇതിനകത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ആ ശാസ്താവിനെ ഒരു കാലത്ത് സാർത്ഥവാഹകന്മാര് അവരുടെ ഒരു ഇഷ്ടദേവനായിട്ട് കണ്ടിരുന്നു. ശ്രീലങ്കയിൽ ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ചോളന്മാര് ഒരു കാലഘട്ടത്തിൽ ശ്രീലങ്ക കീഴടക്കുകയും ശ്രീലങ്ക ഭരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വീണ്ടും വാവൂരിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന മണികണ്ഠൻ എന്ന രാജകുമാരൻ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അന്ന് ക്ഷേത്രം പുനർനിർമ്മിക്കുക. ക്ഷേത്രം പുനർനിർമ്മിക്കണമെങ്കിൽ പണവും വേണം. ആ പണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു കർഷകർക്ക് മാത്രം സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം എന്താണ്, ശബരിമല എന്ന് പറയുന്നത് ഒരു പർവ്വത പ്രദേശമാണ്, കാട്ടിലാണ്. നേരെ മറിച്ച് ഇത് ഇടനാടുകളിലായിരുന്നുവെങ്കിൽ കൃഷിക്കാർക്ക് അവിടെ പണം എത്തിച്ചു കൊടുക്കാൻ പറ്റും. സമുദ്രതീര പ്രദേശമാണെങ്കിലും കർഷകർക്ക് അവിടെ എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ കാട്ടിലേക്ക് നടക്കുന്ന ഒരു ക്ഷേത്ര സംരംഭത്തിനെ സഹായിക്കാനായിട്ട് ഒരു കച്ചവടക്കാരനാണ് സ്വാഭാവികമായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ കച്ചവടക്കാർക്കാണ് സാധിക്കുന്നത്. അങ്ങനെ ഒരു കച്ചവടക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ നേതാവിൻ്റെ ഒരു നാമമായിട്ട് നമുക്ക് ഈ വാവൂരെ കാണാൻ സാധിക്കും. ഇനിയുള്ളത് വാവൂരുടെ റിലിജിയനാണ്. ഞാൻ വാവൂരുടെ റിലിജിയൻ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, വാവൂരുടെ തൊഴിലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വാവൂർ ഒരു ട്രേഡർ. അപ്പോൾ ഒരു ട്രേഡർ ഒരു പക്ഷേ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന ആളിനെ സഹായിച്ചിരിക്കാം. ഇനിയുള്ളത് വാവൂർ ആരാണെന്നുള്ള ചോദ്യമാണ്. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. കേസരി ബാലകൃഷ്ണപിള്ള നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വാവൂര് ഒരു അറബിയാണ്, പക്ഷെ ഇസ്ലാം ആവണമെന്ന് നിർബന്ധം ഇല്ല, അല്ലെന്ന് തന്നെ പറഞ്ഞു. ഇസ്ലാം അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. അതേസമയത്ത് ഇപ്പോൾ ഈ ശബരിമലയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തമിഴ്നാട്ടിലെ അയ്യനാർ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അപൂർവം ചിലയിടത്ത് വാവൂരുടെ പ്രതിമ ഞാൻ കണ്ടിട്ടുമുണ്ട്. അത് ശബരിമലയുടെ ഒരു ഇൻഫ്ലുവൻസാണ്, നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. അയ്യനാറും ഈ പറയുന്ന ശബരിമലയിലെ അയ്യപ്പനും രണ്ട് സങ്കല്പങ്ങളാണ്. ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യനാറിൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ഒരു ഭക്തൻ. അയ്യനാറും ശാസ്താവും ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വടക്കൻ ആർക്കാട്ടിലും തെക്കൻ ആർക്കാട്ടിലും കടലൂർ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് അനവധി അയ്യനാർ ക്ഷേത്രങ്ങൾ ഉള്ളത്. ഞാൻ ചുരുക്കാം, ഞാൻ ഒരുപാട് ശാഖാചംക്രമണം നടത്തിയെന്ന് തോന്നുന്നു. ഞാൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശദമായി പറയുന്നതാണ്. വളരെ ഒരു സൈന്ധവ നാഗരികതയുടെ കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ശാസ്താവ്. ആ ശാസ്താവിനെ ഒരു കാലത്ത് സാർത്ഥവാഹകന്മാർ അവരുടെ ഒരു ഇഷ്ടദേവനായിട്ട് കണ്ടിരുന്നു. സാർത്ഥവാഹകന്മാരെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, കുതിരപ്പുറത്തും കാളപ്പുറത്തും ഒക്കെ സാധനങ്ങൾ കയറ്റി ദീർഘദൂരം സഞ്ചരിക്കുന്ന കച്ചവടക്കാർ. അവരുടെ ഒരു വഴികാട്ടിയായിട്ടും അവരുടെ ഒരു ആശ്രയിക്കാവുന്ന ദേവതയായിട്ടുമാണ് ഈ ശാസ്താവിനെ കണ്ടിരുന്നത്. അതാണ് ആര്യൻ എന്ന വാക്കുകൊണ്ട് ആര്യൻ എന്നുള്ള വാക്ക് എന്താണ്, സംസ്കൃത വാക്കാണ്. അജ്ജ എന്നാണ് അതിൻ്റെ പ്രാകൃതത്തിൽ പറയുന്നത്. അപ്പോൾ ആ സംസ്കൃത പേരിൽ തന്നെ ഒരു ദേവൻ അറിയപ്പെടണമെങ്കിൽ അദ്ദേഹം ദ്രാവിഡ ദേവനല്ല, പക്ഷേ ദ്രാവിഡർക്ക് അദ്ദേഹം സ്വീകാര്യനായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. ഈ അയ്യപ്പൻ എന്ന് പറയുന്നയാൾ പിന്നീട് ശാതവാഹനന്മാരുടെ ദേവതയായിട്ട് മാറുന്നു. പൈത്താനിലാണ് ശാതവാഹനന്മാരുടെ ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ അമരാവതിയിലേക്ക് അവരുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അവരുമായി ബന്ധമുള്ള ആളുകളായിരുന്നു പല്ലവർ. അവരുടെ ഒരു
ഫേവറേറ്റ് ഡെയിറ്റിയായിട്ട് ഈ ശാസ്താവിനെ കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് ചോളന്മാർ ഈ ശാസ്താവിനെ അവരുടെ ഒരു ഫേവറേറ്റ് ഡെയിറ്റിയായിട്ട് സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് ചോളന്മാരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണ്. ശ്രീലങ്കയിൽ ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ചോളന്മാർ ഒരു കാലഘട്ടത്തിൽ ശ്രീലങ്ക കീഴടക്കുകയും ശ്രീലങ്ക ഭരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് മാത്രമല്ല, ഈ ചോളന്മാരുടെ യോദ്ധാക്കളായിരുന്നു വന്യർ കമ്മ്യൂണിറ്റി, തമിഴ്നാട്ടിലെ പട്ടാളി മക്കൾ കക്ഷി. ഈ വന്യർ കമ്മ്യൂണിറ്റി അയ്യനാർ ക്ഷേത്രങ്ങൾ അവരുടെ ഗ്രാമങ്ങളിൽ എല്ലാം നമുക്ക് അയ്യനാർ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ആ അയ്യനാറും അയ്യപ്പനും തമ്മിലുള്ള വ്യത്യാസം, അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, അയ്യനാറിന് പൂർണ്ണയെന്നും പുഷ്കലയെന്നും പേരോടുകൂടിയ 2 പത്നിമാരുണ്ട്. അച്ഛൻ കോവിൽ പ്രതിഷ്ഠ അയ്യനാറാണ്. അതെ, അച്ഛൻ കോവിലിൽ യാതൊരു സംശയവുമില്ല അയ്യനാറാണ്. ഇത് മാത്രമല്ല, കുളത്തൂപ്പുഴയിലെയും ബാലശാസ്താവാണ്. അതേസമയത്ത് ആര്യങ്കാവിൽ വിവാഹിതനാകുന്ന അയ്യപ്പൻ, വിവാഹത്തിന് മുമ്പ്, വിവാഹം കഴിഞ്ഞു, അത് രണ്ടുമായിട്ടുള്ള അതാണ്. പക്ഷെ അവിടെ അയ്യപ്പൻ്റെ ഭാര്യ ഒരാളേ ഉള്ളൂ, 2 ഡേറ്റ് ഇല്ല. വാസ്തവത്തിൽ ഈ ഭാര്യ എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റീസാണ്, അല്ലാണ്ട് ദൈവങ്ങൾക്ക് ഭാര്യ, കുടുംബം, ഇത് നമുക്കൊരു കുടുംബ സങ്കല്പത്തിൽ നമുക്കൊരു ഈ ഇന്ത്യയിലെ റിലിജിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ വളരെയധികം തിയോളജിക്കലായിട്ട് അങ്ങ് പോവില്ല. കുറച്ച് തിയോളജിക്കലായിട്ട് പോവുകയാണെങ്കിലും അതിനെ ആ പട്ടം അങ്ങ് ആകാശത്തു കൂടി ഒരുപാട് പറക്കുവാൻ സാധിക്കുകയില്ല. ഉടനെ ചരടുകൊണ്ട് അതിനെ താഴേക്ക് പിടിച്ചു വലിക്കും. അതുകൊണ്ട് തന്നെ അതിന് മാനുഷിക ഭാവങ്ങൾ, മാനുഷിക മുദ്രകൾ, മനുഷ്യസഹജമായ വികാരങ്ങൾ എല്ലാം ആട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കാണുകയാണെങ്കിൽ ഇതൊരു തർക്കത്തിൻ്റെ കാര്യമേ അല്ല. നൂറ്റാണ്ടുകളായിട്ട് ശബരിമലയിൽ ഈ സങ്കല്പത്തിന് ഒരു ഡേറ്റിയായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, വാർഡൻ കോണറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹുയാൻ സാങ്ങിൻ്റെ വിവരണത്തിൽ മലകൂടം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഡേറ്റിയെ കാണാനായിട്ട് തീർത്ഥാടകരെ പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, പത്മസംഭവൻ എന്ന് പറയുന്ന ഒരു താന്ത്രിക ബുദ്ധമതത്തിൻ്റെ ഒരു വലിയ ആചാര്യൻ, അദ്ദേഹം കേരളത്തിൽ നിന്നാണ് വടക്കേ ഇന്ത്യയിലേക്ക് പോയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹമാണ് ടിബറ്റിലും അതുപോലെ നേപ്പാളിലും അതുപോലെ ഭൂട്ടാനിലും സിക്കിമിലുമെല്ലാം ഈ താന്ത്രിക ബുദ്ധമതം പ്രചരിപ്പിച്ചത്. ഞാൻ ഒരിക്കൽ അരുണാചൽ പ്രദേശിൽ പോയി. അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ അവിടെ ഒരു വിഗ്രഹം കഴിഞ്ഞു, 25 അടി ഉയരമുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലിൽ പത്മസംഭവൻ്റെ വിഗ്രഹമാണ്, പ്രതിമയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ശങ്കരാചാര്യർക്ക് മുമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മത പണ്ഡിതൻ ഇന്ന് അരുണാചൽ പ്രദേശിൽ ആദരിക്കപ്പെടുന്നു. നമ്മൾ പക്ഷേ അദ്ദേഹത്തെ മറന്നുപോയി. ഞാൻ പറഞ്ഞു വരുന്നത്, മതം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഒരു ബൗദ്ധികമായ അതുണ്ടാക്കിയ ഒരു സംഭാവനയെ പറ്റിയാണ് കാണേണ്ടത്. മാറി നിന്ന് ആലോചിക്കുമ്പോൾ എത്രയെത്ര ആളുകളെയാണ് ആ ശബരിമലയിലെ തീർത്ഥാടനം രക്ഷിച്ചിട്ടുള്ളത്, അല്ലേ? അവർക്കൊരു പുതിയ നിശ്ചയദാർഢ്യം കൊടുക്കുവാൻ, ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ ശബരിമല തീർത്ഥാടനം സഹായിക്കുന്നുണ്ട്. നമ്മൾ അതിനല്ലേ, അതിൻ്റെ ആ ഒരു പ്രാധാന്യമല്ലേ കാണേണ്ടത്. വെറുതെ ഈ അതിൻ്റെ ചുറ്റുവട്ടത്ത് കിടന്നുകൊണ്ട് നമ്മൾ ഈ ആരാണ് വാവർ എന്നുള്ളതിനെ പറ്റിയൊന്നും തർക്കിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേട്ടെ, ശബരിമലയിൽ ഗുരുതി നടക്കാറുണ്ട്, മാടികപ്പുറം ക്ഷേത്രത്തിൽ ഗുരുതി നടക്കാറുണ്ട്, പമ്പയിൽ ഗുരുതി നടക്കാറുണ്ട്, ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യം. എന്നാൽ മൃഗബലി നടന്നിരുന്ന ക്ഷേത്രമാണ് ശബരിമലയിലെ ക്ഷേത്ര സംവിധാനം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ വാവരുടെ മറ്റൊരു നരേഷൻ, ഒരു കഥ ഒരാളിൽ നിന്ന് കേട്ടത്, അയ്യപ്പൻ എന്ന് പറയുന്ന മണികണ്ഠകുമാരൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടത്തേക്ക് ആവശ്യമായ ഈ ആടുകളെയും മറ്റും സപ്ലൈ ചെയ്തിരുന്ന, അവിടത്തേക്ക് വേണ്ട മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരുന്ന കച്ചവടക്കാരനായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗബലി നടന്നിരുന്ന ക്ഷേത്ര സങ്കേതമാണ് ശബരിമല എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചരിത്രപരമായ തെളിവുകളുണ്ടോ? ചരിത്രത്തിൽ അങ്ങനെ യാതൊരു തെളിവുമില്ല. അത് വിഷ്വൽ തിങ്കിങ് ആയിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ച് ശബരിമലയിൽ മൃഗബലി നടന്നിട്ടില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഇതൊരു വിജനമായ പ്രദേശമാണ്, കാടാണ്. ആ കാട്ടിലേക്ക് ഇപ്പോൾ ആദിവാസികളുടെ കാലത്ത്, അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാലത്ത് അവിടെ ഈ പറയുന്ന പോലെ
വൈദിക വിധിപ്രകാരമുള്ള പൂജയൊന്നും ആയിരുന്നു. അല്ലല്ലോ നടക്കുക. മലയരയന്മാര് പൂജ മലയരയന്മാരും മലം പണ്ടാരങ്ങളും അവിടെ വലിയ പ്രാധാന്യത്തോടെ ശബരിമലയിൽ എത്തിയിരുന്നു. പലരും ഈ മലയരയന്മാരുടെ കാര്യം പറയുമ്പോൾ മലയരയന്മാർ മാത്രമല്ല, മലം പണ്ടാരങ്ങളും ആ പത്തനംതിട്ട ശബരിമല ശാസ്താവിൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒക്കെ എങ്ങനെയാണ് പൂജ നടത്തുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവർക്കറിയാവുന്ന രീതിയിൽ പൂജ കഴിക്കും. അതിന് ഒരു നിയമം അനുസരിച്ചല്ല, അവരുടെ ഇഷ്ടം. അവരെന്താണോ ഭക്ഷിക്കുന്നത് അവർ ഭക്ഷിക്കുന്നത് കൊടുക്കും. എങ്കിലും പൊതുവെ പറഞ്ഞാൽ അയ്യപ്പന് സാത്വികമായ പൂജയും അയ്യപ്പൻ്റെ അംഗരക്ഷകന്മാരായ ആളുകളാണ് കറുത്തസ്വാമി, കറുപ്പസ്വാമി, അവർക്കെല്ലാം താമസമായ പൂജയുമാണ് ഉള്ളതെന്നാണ് നമ്മുടെ പൊതുവെ ഈ ധ്യാനമന്ത്രങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതായത് കേരളത്തിലെ ഈ ധ്യാനമന്ത്രങ്ങളുണ്ട്. അപ്പോൾ ആ ധ്യാനമന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു 16-ാം നൂറ്റാണ്ട് 18 തന്ത്രസമുച്ചയം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ദേവതമാരെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിനകത്തൊന്നും തന്നെ അയ്യപ്പന് മാംസ പൂജയെപ്പറ്റി പറയുന്നില്ല. അയ്യപ്പനെ സാത്വികമായ രീതിയിലും രജോഗുണമായിട്ടും പൂജിക്കാം. അല്ല, മാളികപ്പുറത്താണ് നടക്കുന്നത്. മാളികപ്പുറത്ത് നടക്കുന്നതിനെ പറ്റി ഈ പറയുന്ന ധ്യാനമന്ത്രങ്ങളിൽ മാളികപ്പുറത്തെ അമ്മയെ പറ്റി പറയുന്നില്ല. മാളികപ്പുറം എന്ന് പറയുന്നത് ഒരു ഫോക്ക് ലോറിൽ വന്ന് ഡെവലപ്പ് ചെയ്ത ഒരു കഥയാണ്. ഒരു പക്ഷേ അവിടെ പ്രകൃതിയുടെ ഭാവമായ പ്രകൃതീശ്വരി ദുർഗ അങ്ങനെയൊരു സങ്കല്പമാകണം ഉണ്ടായത്. മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ എന്ന് അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പക്ഷെ കാമുകിയാണെന്ന് പറഞ്ഞു വെച്ചത് സ്വാമി അയ്യപ്പൻ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. അതെ, സ്ക്രിപ്റ്റ് എഴുതിയ ആളുകൾ ഇതിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം നാഗവല്ലിയുടെ സ്ക്രിപ്റ്റ് ഉണ്ട്. അതിനു മുമ്പ് ജഗതി NK ആചാരി ശബരിമലയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. അപ്പോൾ ഈ രണ്ടു പേരും അവരുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വേണ്ടത്ര ഗവേഷണമോ പഠനമോ ഒന്നും നടത്തിയിട്ടല്ല എഴുതിയത്. തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള ഒരു ഗസ്റ്റ് റൂമിൽ താമസിച്ചുകൊണ്ടാണ് ജഗതി NK ആചാരി ശബരിമല അയ്യപ്പൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയതെന്ന് അദ്ദേഹം തന്നെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അധികം പുസ്തകങ്ങളൊന്നും അവിടെ കയ്യിലില്ല. കയ്യിൽ ഏതാനും പുസ്തകങ്ങൾ, പിന്നെ സ്വതന്ത്രമായ ഭാവന, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ, അതാണ് അവരുടെ ലക്ഷ്യം. ഈ നാഗവള്ളിക്ക് തന്നെ അദ്ദേഹം ഈ പി സുബ്രഹ്മണ്യത്തിന് വേണ്ടി ഈ കഥ എഴുതുമ്പോൾ അദ്ദേഹം വലിയ ഗവേഷണമൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ അദ്ദേഹം അധ്യാപകനായിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഗവേഷകൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ആളല്ല. അദ്ദേഹം പിന്നീട് അത് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യം എഴുതിയ തിരക്കഥയുടെ പോരായ്മയെപ്പറ്റി അദ്ദേഹത്തിന് ബോധ്യമുണ്ടെന്ന് മനസ്സിലാവും. കഥ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു. അധികാരവർഗം പോലും പിന്നീട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ആചാരങ്ങളിൽ പോലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് ഞാൻ വളരെ ഞാനൊരു അറിയാതെ ഒരു വിവാദത്തിൽ ചെന്ന് പെട്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശബരിമല ഒരു അബ്രാഹ്മണിക ക്ഷേത്രമാണെന്നും അതിന് ഉപോത്ബലകമായ ഒരു ചെമ്പോല കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു യുവ ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ കിട്ടിയ ഒരു രേഖ അദ്ദേഹം ഒരു പണ്ഡിതനായ ഒരാളുടെ അടുത്ത് കൊണ്ട് കാണിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് MR രാഘവ വാര്യർ. ഇപ്പോൾ MR രാഘവ വാര്യർ ഇത് ഉടനെ അങ്ങ് ഏറ്റെടുത്തു. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ശബരിമല ഒരു അബ്രാഹ്മണിക ദേവാലയമായിരുന്നു. ശബരിമലയിലെ ദേവന് ഇതുപോലെ തന്നെ ഒരു മലദൈവത്തിന് കിട്ടുന്ന തരത്തിലുള്ള പൂജയാണ് കൊടുത്തിരുന്നത്. അതിന് ഉപോത്ബലകമാണ് ഈ ചെമ്പോലയെന്ന്. അപ്പോഴാണ് ആദ്യം ഞാൻ പ്രതികരിച്ചില്ല. ഞാനെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ MR രാഘവ വാര്യരെ അറിയിച്ചു, താങ്കൾ പറയുന്നത് തെറ്റാണ്, ഇതൊരു വ്യാജ ചെമ്പോലയാണ്, ഇതൊരു കോടതിയിലെ ഒരു വ്യവഹാരത്തിൽ കേസ് താൽക്കാലികമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചെമ്പോലയാണ് എന്ന് മാത്രമല്ല, കോടതി ഒരു പണ്ഡിതനെ കൊണ്ട് അത് പരിശോധിപ്പിച്ചു. അങ്ങനെ പരിശോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വ്യാജ ചെമ്പോലയാണെന്ന് അദ്ദേഹം
ഉറപ്പ് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കൊടുത്തു, എഴുതി കൊടുത്തു, രേഖാമൂലം കൊടുത്തു. അങ്ങനെ ആ കേസ് തള്ളിപ്പോയി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. പക്ഷെ അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ചാനലിൻ്റെ ഒരു വലിയ 5 ലക്ഷം രൂപയുടെ ഒരു അവാർഡ് കേരളത്തിലേക്ക് അദ്ദേഹം കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രമൊക്കെ അതിലുള്ള ഈ മാറാലകളൊക്കെ നീക്കി അദ്ദേഹം കേരളീയ ചരിത്രം പുറത്തു കൊണ്ടുവന്നതിന് അന്ന് കേരളം ഭരിച്ച ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തത്. അത്രയായപ്പോൾ ഞാൻ വിചാരിച്ചു ആ കള്ളമൊന്ന് പുറത്തു കൊണ്ടുവരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ചെമ്പോല വ്യാജമാണെന്ന് പറഞ്ഞത്. ആ ചെമ്പോല വ്യാജമാണ് എന്നുള്ളതിനകത്ത് എനിക്ക് അതിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ്. ആ വ്യാജ ചെമ്പോല തയ്യാറാക്കിയത് എനിക്ക് ആരാണെന്നറിയാം. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ആ കോടതിയിൽ ഇത് വ്യാജ ചെമ്പോലയാണെന്ന് പ്രസ്താവിച്ച ആളുടെ പേര് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ രേഖ തീർച്ചയായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കോടതിയിലും അതിൻ്റെ രേഖകൾ ഉണ്ടാവേണ്ടതാണ്, മാവേലിക്കര കോടതിയിൽ. പക്ഷെ അവിടെ നിന്നും എനിക്കത് കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ആളുകളെ രേഖകൾ ഒന്നുകിൽ സൂക്ഷിച്ചു വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ബോധപൂർവ്വം നശിപ്പിക്കുന്നു. ഇതിനേക്കാളും വിചിത്രമായിട്ടുള്ളത്, ഈ വ്യാജ ചെമ്പോല വായിച്ച പണ്ഡിതൻ M.R. രാഘവ വാര്യർ ഇന്നോളം താനൊരു വ്യാജ ചെമ്പോല അന്ന് ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി വായിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം എവിടെയും കൺഫസ് ചെയ്തിട്ടില്ല. അതൊരു ചരിത്രകാരൻ സത്യസന്ധനായിരിക്കണം. കേരള ചരിത്രത്തിന് വലിയ സംഭാവനകൾ നൽകിയ ആളാണ് M.R. രാഘവ വാര്യർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് നിർഭാഗ്യകരമായി പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തുന്നു.